എല്ലാവർക്കും ഫാസ്റ്റ് ക്രിക്കറ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തകർച്ചയിൽ നിന്നും തകർച്ചയിലേക്ക് കൂപ്പുകുത്തി 5 തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസ്. ആദ്യ മത്സരത്തിന് ശേഷം തൊട്ടതെല്ലാം പിഴക്കുന്ന മുംബൈക്ക് ഇപ്പോൾ തുടർച്ചയായ 3ാം തോൽവി. പോയിന്റ് പട്ടികയിൽ 8ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതോടെ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയുടെ കസേര തെറിക്കുമോ എന്ന ചോദ്യം ശക്തമാവുകയാണ്. ഹാർദിക്കിന് പകരം ഒരു പുതിയ നായകൻ വരുമെങ്കിൽ അത് രോഹിത്തോ സൂര്യകുമാറോ ആയിരിക്കില്ല. അങ്ങനെയെങ്കിൽ മുംബൈയുടെ ഭാവിയെ നയിക്കാൻ പോകുന്ന ആ 2 കരുത്തരായ താരങ്ങൾ ആരാണ്? ബാറ്റിംഗിലും ബൌളിംഗിലും ഒരുപോലെ ശക്തമായ ടീമിനെ ലഭിച്ചിട്ടും ടീം ഈ രീതിയിൽ പതറുന്നത് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയെയും വലിയ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നായകസ്ഥാനത്തിനെതിരെയും ഇപ്പോൾ ചോദ്യങ്ങൾ ഉയർന്നിരിക്കുകയാണ്. സീസണിലെ മുന്നോട്ടുള്ള മത്സരങ്ങളിലും മുംബൈ ഈ രീതിയിൽ പതറിയാൽ ക്യാപ്റ്റന്റെ റോളിൽ തുടരുക ഹാർദിക്കിന് കടുപ്പമായിരിക്കും. അദ്ദേഹത്തെ സീസൺ തീരും മുമ്പ് തന്നെ പുറത്താക്കിയാൽ പകരം ആരാകും മുംബൈയുടെ പുതിയ നായകൻ എന്നതാണ് പ്രധാന ചോദ്യം. ഈ IPL സീസണിൽ ശക്തമായൊരു തിരിച്ചുവരവ് നടത്താൻ മുംബൈ ഇന്ത്യൻസിന് കഴിഞ്ഞില്ലെങ്കിൽ ഹാർദിക് പാണ്ഡ്യയ്ക്ക് തീർച്ചയായും നായകസ്ഥാനത്ത് നിന്നും മാറി നിൽക്കേണ്ടതായി വരും. അങ്ങനെ സംഭവിച്ചാൽ പകരം മുൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെ ചുമതലയേൽപ്പിക്കണമെന്ന് ആരാധകർ ഇപ്പോൾ ശക്തമായി ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ചിലരാവട്ടെ ഇന്ത്യയുടെ T20 ലോകകപ്പ് വിന്നിംഗ് നായകൻ കൂടിയായ സൂര്യകുമാർ യാദവിനെ ചുമതലയേൽപ്പിക്കണമെന്ന അഭിപ്രായക്കാരാണ്. പക്ഷേ ഈ 2 പേരും ഈ റോളിലേക്ക് പെർഫെക്റ്റ് അല്ലെന്നതാണ് യാഥാർത്ഥ്യം. ഈയൊരു സീസൺ മാത്രം ലക്ഷ്യമിട്ടൊരു മാറ്റമല്ല മുംബൈക്ക് ഇനി ആവശ്യം. ഭാവി കൂടി മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം പുതിയ ക്യാപ്റ്റനെ തെരഞ്ഞെടുക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ രോഹിത്തും സ്കൈയുമല്ല ബെസ്റ്റ് ഓപ്ഷനുകൾ. കാരണം രോഹിത്തിനിപ്പോൾ 38 വയസ്സായി കഴിഞ്ഞു. പരിക്കും ഫിറ്റ്നസ് പ്രശ്നങ്ങളുമെല്ലാം അദ്ദേഹത്തിന് തിരിച്ചടിയാവുന്നുണ്ട്. 1-2 സീസൺ കൂടി മാത്രമേ ഇനി ഹിറ്റ്മാൻ കളിക്കളത്തിൽ തുടരാനും സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരാളെ നായകസ്ഥാനം ഏൽപ്പിക്കുന്നത് ഒട്ടും മികച്ച തീരുമാനമായിരിക്കില്ലെന്നു തന്നെ പറയാം. ഇനി സൂര്യയുടെ കാര്യമെടുത്താൽ അദ്ദേഹം 36ാം വയസ്സിലേക്ക് കടക്കുകയാണ്. ഫിറ്റ്നസിനെക്കുറിച്ച് ആശങ്കകളില്ലെങ്കിലും സമീപകാലത്ത് ബാറ്റിംഗ് ഫോമിൽ വലിയ ഇടിവുണ്ടായിട്ടുണ്ട്. ഈ IPLലും പ്രതീക്ഷയ്ക്കൊത്ത പ്രകടനം നടത്താൻ അദ്ദേഹത്തിനായിട്ടില്ല. അതിനാൽ സൂര്യയും ദീർഘകാലത്തേക്ക് നായകന്റെ റോളിലേക്ക് അനുയോജ്യനുമല്ല. രോഹിത്തിനും സൂര്യയ്ക്കും പകരം മുംബൈക്ക് നായകസ്ഥാനത്തേക്ക് പരിഗണിക്കാവുന്നത് പ്രധാനമായും 2 പേരെയാണ്. അതിൽ ഒന്നാമൻ ടീമിലെ സീനിയർ താരങ്ങളിലൊരാളും സ്റ്റാർ പേസറുമായ ജസ്പ്രീത് ബുംറയാണ്. മുംബൈ ഇന്ത്യൻസിലൂടെ IPL കരിയർ ആരംഭിച്ച അദ്ദേഹത്തിന് ഈ ഫ്രാഞ്ചൈസിയെക്കുറിച്ച് വളരെ വ്യക്തമായി അറിയാം. കൂടാതെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 3 ഫോർമാറ്റുകളിലും ദീർഘകാലമായി കളിക്കുന്നതിന്റെ അനുഭവ സമ്പത്തുമുണ്ട്. അതിനാൽ മുംബൈയെ മികച്ച രീതിയിൽ നയിക്കാൻ ബുംറയ്ക്ക് തീർച്ചയായും സാധിക്കുകയും ചെയ്യും. കൂടാതെ പ്രായവും അദ്ദേഹത്തിനൊപ്പമുണ്ട്. 32കാരനായ ബുംറയ്ക്ക് കുറഞ്ഞത് 4-5 വർഷം കൂടിയെങ്കിലും കളിക്കാൻ സാധിക്കും. അതിനാൽ മുംബൈക്ക് അദ്ദേഹത്തെ വിശ്വസിച്ച് നായകസ്ഥാനം ഏൽപ്പിക്കാം. ടീമംഗങ്ങൾക്കിടയിൽ ഏറെ സ്വീകാര്യനാണെന്നതും ബുംറയ്ക്ക് വലിയൊരു പ്ലസ് പോയിന്റാണ്. ബുംറയല്ലാതെ ക്യാപ്റ്റനായി അടുത്ത ഓപ്ഷൻ യുവ ഓൾറൗണ്ടർ തിലക് വർമ്മയാണ്. മുംബൈക്ക് ഏറെ പ്രതീക്ഷയുള്ള യുവതാരം കൂടിയാണ് 23കാരനായ തിലക്. കഴിഞ്ഞ മെഗാലയലത്തിന് മുമ്പ് സീനിയർ താരങ്ങൾക്കൊപ്പം മുംബൈ ഇന്ത്യൻസ് നിലനിർത്തിയ ഏക യുവതാരവും അദ്ദേഹമായിരുന്നു. അടുത്ത 10 വർഷത്തേക്ക് ക്യാപ്റ്റനായി മുംബൈക്ക് വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്നയാളാണ് തിലക്. ഈ സീസണിൽ അത്ര മികച്ച ഫോമിലല്ലെങ്കിലും അധികം വൈകാതെ താരം ഫോമിലേക്ക് മടങ്ങിയെത്തുക തന്നെ ചെയ്യും. അപ്പോൾ മുംബൈ ഇന്ത്യൻസിന്റെ ഈ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കേവലം ഭാഗ്യം കൊണ്ട് മാത്രം ജയിച്ചു കയറുന്ന ഒരു ടീമായി മുംബൈ മാറിയോ? അതോ ഹാർദിക് പാണ്ഡ്യ എന്ന ക്യാപ്റ്റന്റെ തന്ത്രങ്ങൾ പാളിപ്പോകുന്നതുകൊണ്ടാണോ ഈ തകർച്ച? ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് വലിയൊരു സംവാദം തന്നെ കമന്റ് ബോക്സിൽ തുടങ്ങാം. രോഹിത് ശർമ്മയെ വീണ്ടും നായകനാക്കണമെന്ന ആരാധകരുടെ ആവശ്യം വെറും വികാരം മാത്രമാണോ അതോ പ്രായോഗികമായ തീരുമാനമാണോ? സഞ്ജു സാംസൺ ചെന്നൈയിലേക്ക് പോയതുപോലെ മുംബൈയിലെ സീനിയർ താരങ്ങളും ടീം വിടാൻ സാധ്യതയുണ്ടോ? ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ ഓരോ അഭിപ്രായവും നമുക്ക് ചർച്ച ചെയ്യാം. ബുംറയാണോ അതോ യുവരക്തമായ തിലക് വർമ്മയാണോ മുംബൈയുടെ ഭാവിയെ നയിക്കാൻ യോഗ്യൻ? നിങ്ങളുടെ കൃത്യമായ പ്രവചനങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. ഇതുപോലെയുള്ള ക്രിക്കറ്റ് വിശകലനങ്ങളും ലേറ്റസ്റ്റ് IPL വാർത്തകളും ഒട്ടും സമയം കളയാതെ അതിവേഗം നിങ്ങളുടെ മുന്നിലെത്താൻ ഫാസ്റ്റ് ക്രിക്കറ്റ് മലയാളം എന്ന നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.